നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇൻസുലിൻ പെന്നിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻസുലിൻ സിറിഞ്ചിനെ പറ്റി എല്ലാം സംസാരിച്ചിരുന്നു. അപ്പോൾ പെന്ന് വെച്ചെടുക്കുന്നതും സിറിഞ്ച് വെച്ചെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇൻസുലിൻ പെന്നെന്ന് പറയുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസാണ്. അത് വളരെ പ്രിസൈസായിട്ട് ആ ഡോസ് നമ്മൾക്ക് ഇൻജെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു സിറിഞ്ചിനെ അപേക്ഷിച്ച്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പെന്നിൻ്റെ നീഡിൽ വളരെ നേർത്തതാണ്. അതുകൊണ്ട് അത് വെച്ച് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അധികം ഒരു പെയിന് അനുഭവപ്പെടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അത് വളരെ കൺവീനിയൻ്റ് ആണ്. എവിടെയെങ്കിലും കൊണ്ടുപോകാനും അതൊക്കെയായിട്ട് പെൻ വളരെ കൺവീനിയൻ്റ് ആണ്. പക്ഷേ സിറിഞ്ചും വയലും ഒക്കെ നമ്മൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ പാടാണ്. പിന്നെ ആകെ പെന്നിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് പെന്നിൽ വരുന്ന ഇൻസുലിൻ സിറിഞ്ചിൽ ഉപയോഗിക്കുന്ന ഇൻസുലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. അതല്ലാതെ നമ്മൾക്ക് ഇൻസുലിൻ എടുക്കുന്നത് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ പെന്നാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ നമ്മൾക്ക് പെന്ന് പലതരത്തിലുള്ളത് ലഭ്യമാണ്. പല കമ്പനികളും പലതരത്തിലുള്ള പെന്ന് വിപണിയിൽ ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് രണ്ട് തരത്തിലുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള പെന്നും ഉണ്ട്, റീയൂസബിൾ ആയിട്ടുള്ള പെന്നുമുണ്ട്. ഡിസ്പോസിബിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് മരുന്ന് തീരുമ്പോൾ നമ്മൾക്ക് ആ പെന്ന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. റീയൂസബിൾ സിറിഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻസുലിൻ തീരുമ്പോൾ നമ്മൾക്ക് വേറൊരു കാട്രിഡ്ജ് മേടിച്ച് അതിനകത്ത് റീഫിൽ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതാണ് ഒരു ഡിസ്പോസിബിൾ ഇൻസുലിൻ പെന്ന്. ഇതിനകത്തുള്ള ഇൻസുലിൻ തീരുമ്പോൾ നമ്മൾ ഈ ജസ്റ്റ് പെന്ന് ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി റീയൂസബിൾ പെന്നുണ്ട്. ഇതുപോലത്തെ പെന്നുകളാണ് റീയൂസബിൾ പെന്നുകൾ. അതായത് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഇൻസുലിൻ തീരുമ്പോൾ നമ്മൾ പുതിയ കാട്രിഡ്ജ് മേടിച്ച് റീഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റീയൂസബിൾ പെന്നിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. സോ ഇതാണ് ഒരു റീയൂസബിൾ ആയിട്ടുള്ള പെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെന്നിനൊരു ക്യാപ്പ് ഉണ്ടാവും. ക്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് അതിൻ്റെ നീഡിലാണ്. അത് നമ്മൾക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞ് കാണുന്ന ഭാഗമാണ് കാട്രിഡ്ജ് ഹോൾഡർ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇൻസുലിൻ നിറച്ച കാട്രിഡ്ജുകൾ വെക്കുന്നത്. ജസ്റ്റ് അത് തിരിച്ചാൽ നമ്മൾക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കാട്രിഡ്ജ് ഹോൾഡർ, ഇതാണ് കാട്രിഡ്ജ്. പെന്നിൽ ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഇതുപോലെ കാട്രിഡ്ജുകളിലാണ് വരുന്നത്. അപ്പോൾ കാട്രിഡ്ജും നമ്മൾ കണ്ടു. ഇതാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. ഇതാണ് പെന്നിൻ്റെ ബോഡി. ഇവിടെ നമ്മൾക്ക് ഡോസ് ഡയൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡോസ് ഡയലർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്കുമ്പോഴാണ് നമ്മൾക്ക് ഡോസ് ഇതിനകത്ത് ഡയൽ ചെയ്യാൻ പറയുന്നത്. ഓരോ ക്ലിക്കും ഓരോ യൂണിറ്റാണ്. അപ്പോൾ ഡോക്ടർ 6 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഡയൽ ചെയ്യുക. ഈ ആരോ 6നെ പോയിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഡയലിംഗ് നിർത്തുക. ഇനി അടുത്ത പാർട്ടാണ് ഇഞ്ചക്ഷൻ നോബ്. അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ആ പെന്നിലുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്സ്. നമ്മളിതിൻ്റെ കാട്രിഡ്ജ് എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസുലിൻ്റെ പെന്നിരിക്കുന്നത്. കാട്രിഡ്ജ് മാറ്റണമെങ്കിൽ, അതായത് റീഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ നീഡിൽ ഊരുക. അതിനുശേഷം കാട്രിഡ്ജ് ഹോൾഡറിൽ ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പോഴേക്കും ഇത് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരും. പിന്നെ സൂക്ഷിച്ച് അത് ഡിറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഉപയോഗം കഴിഞ്ഞ കാട്രിഡ്ജ് ഡിസ്പോസ് ചെയ്യുക. പുതിയ കാട്രിഡ്ജ് ഹോൾഡറിൽ ഇടുക. അതിനുശേഷം ഇത് ജസ്റ്റ് പെന്നിൻ്റെ ബോഡിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടിക്ക് എന്നൊരു ശബ്ദം കേൾക്കും. അതിൻ്റെ അർത്ഥം അത് കറക്റ്റായിട്ട് ഫിക്സ് ആയി എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് നീഡിൽ എത്ര പ്രാവശ്യം വെച്ച് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ നീഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രാവശ്യം എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടാണ്. പക്ഷേ നമ്മൾക്ക് എക്കണോമിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 3 പ്രാവശ്യം വരെ ആ നീഡിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് അതിൻ്റെ സ്റ്റിക്കർ ജസ്റ്റ് മാറ്റുക. അതിൻ്റെ സ്റ്റിക്കർ നോക്കുമ്പോൾ നമ്മൾക്ക് ആ നീഡിലിൻ്റെ സൈസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് ജസ്റ്റ് 4 മില്ലിമീറ്ററാണ്. അതായത് അതിൻ്റെ സൂചിയുടെ നീളം ജസ്റ്റ് 4 മില്ലിമീറ്ററാണ്. അപ്പോൾ സ്റ്റിക്കർ മാറ്റുക. അതിനുശേഷം ഇത് ജസ്റ്റ് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം നീഡിലിൻ്റെ ഔട്ടർ കവർ മാറ്റുക. 2 കവർ ഉണ്ടാവും നീഡിലിന്. ഔട്ടർ കവർ മാറ്റുക. അതിനുശേഷം ഇന്നർ കവർ മാറ്റുക. ഇപ്പോൾ നമ്മൾക്ക് ചെറിയൊരു സൂചി അകത്ത് കാണാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു എവിടെയൊക്കെയാണ് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒന്നും കൂടെ പറയാം ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്. നമ്മളുടെ വയറിൽ പൊക്കിളിന് ചുറ്റും 5 സെൻറ്റിമീറ്റർ വിടുക, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇൻസുലിൻ എടുക്കാവുന്നതാണ്. കയ്യിലാണെങ്കിൽ നമ്മളുടെ തോളെല്ലിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ വിടുക, നമ്മളുടെ കൈമുട്ടിൻ്റെ ഭാഗത്തുനിന്ന് 5 സെൻറ്റിമീറ്റർ വിടുക. അതിനിടയിലുള്ള സ്പേസിൽ, അതായത് കൈയിൻ്റെ പുറം ഭാഗത്തായിട്ട് അതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ നമുക്ക് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യാം. ഇനി ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തുടയിലാണ്. തുടയുടെ പുറം ഭാഗത്ത് കാൽമുട്ടിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്യുക, നമ്മളുടെ തുടയിടുക്കിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്യുക. ഈ 2 സ്പോട്ടിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിൽ, അതായത് തുടയുടെ പുറം ഭാഗത്തായിട്ട് നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഭാഗത്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1 ഇഞ്ച് താഴെ അടുത്ത ഡോസ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി കുത്തിയില്ലെങ്കിൽ നമ്മളുടെ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഭാഗത്ത് ചെറിയ മുഴകൾ ഉണ്ടാവുകയും നമ്മൾക്ക് ഇൻസുലിൻ എടുക്കാൻ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൈഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രാവശ്യം കുത്തുമ്പോഴും ഓരോ ഇഞ്ച് വിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരു സൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോകണം, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സൈറ്റ്, അത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതിന് വിപരീതമായി നമ്മൾ ഒരേ സൈറ്റിൽ കുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലിപ്പോ ഹൈപ്പർട്രോഫി, അതായത് ചെറിയ മുഴകൾ ഉണ്ടാവുകയും ഇൻസുലിൻ്റെ അബ്സോർപ്ഷൻ വളരെ ഇറാറ്റിക്കായി തീരുകയും നമ്മുടെ ബ്ലഡ് ഷുഗറിന് ധാരാളം ഫ്ലക്ച്വേഷൻ വരികയും ചെയ്യുന്നു. ഇനി ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ പോയി നമ്മളുടെ കൈ സോപ്പും വെള്ളം ഒഴിച്ച് കഴുകുക. അതിനുശേഷം പെൻ ഉപയോഗിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് അതിലുള്ള എയർ കളയുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 യൂണിറ്റ് ഈ പെന്നിൽ ജസ്റ്റ് ഡയൽ ചെയ്യുക. ഡയലറിൽ ജസ്റ്റ് 2 ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ 2ൽ എത്തും. ഈ വൈറ്റ് ആരോ ഏത് നമ്പറിന് നേരെ പോയിൻ്റ് ചെയ്യുന്നു അതാണ് നമ്മളുടെ ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഇതിനകത്ത് ഡയൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഇഞ്ചെക്ഷൻ നോബിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇഞ്ചെക്ഷൻ നോബിൽ ഒരു തുള്ളി ഇൻസുലിൻ വെളിയിൽ കാണണം. അതാണ് ഇതിൽ നിന്ന് എയർ പുറത്ത് പോയതിനുള്ള അടയാളം. അപ്പോൾ ഇൻസുലിൻ വെളിയിൽ കാണാതെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് ഇൻസുലിൻ വന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ എയർ കളയേണ്ടതാണ്. ഇനിയും വന്നില്ലെങ്കിൽ നമ്മൾ ഒരു തുള്ളി ഇൻസുലിൻ വെളിയിൽ കാണുന്നത് വരെ നമ്മൾ ഇങ്ങനെ എയർ കളഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ഒരു തുള്ളി ഇൻസുലിൻ വെളിയിൽ കാണാം. അപ്പോൾ നമ്മുടെ പ്രൈമിങ് കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. പ്രൈമിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻസുലിൻ എടുക്കാനായിട്ട് റെഡിയായി. സോ നമ്മളൊരു സൈറ്റ്, ഇതാണ് നമ്മളുടെ വയറെന്ന് വിചാരിക്കുക. നമ്മളൊരു സൈറ്റ് നമ്മൾ തീരുമാനിക്കുക. നമ്മൾക്ക് ഇവിടെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ച് സ്കിന്നും ഫാറ്റും ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇൻസുലിൻ ഇതുപോലെ പെർപെൻഡിക്കുലറായിട്ട്, അതായത് നേരെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. സൂചി ഫുൾ അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ ഇഞ്ചെക്ഷൻ നോബിൽ പ്രസ് ചെയ്യുക. ഇഞ്ചെക്ഷൻ നോബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഡയലർ 0 ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൈ പതുക്കെ റിലീസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് ശേഷവും ഒരു 10 സെക്കൻഡ് നമ്മൾ ഈ സൂചി അകത്ത് തന്നെ വെക്കണം. അതിനുശേഷം മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇൻസുലിൻ 1-2 തുള്ളികൾ പുറത്തേക്ക് വീഴുന്ന ഒരവസ്ഥ വരും. സോ ഇപ്പോൾ 10 സെക്കൻഡായി, നമ്മൾ പതിയെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ പെൻ വെച്ചിട്ട് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വിധം. അപ്പോൾ നമ്മൾ സൈറ്റ് പറഞ്ഞു, നമ്മൾ റൊട്ടേഷൻ പറഞ്ഞു, എങ്ങനെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി പെൻ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന്. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെന്നാണെങ്കിൽ നമ്മൾക്കത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. 24 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചറിൽ അത് എക്സ്പോസ്ഡ് ആവാൻ പാടില്ല. അതിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് എടുത്ത് നമ്മൾ പുറത്ത് വെക്കണം. അല്ലെങ്കിൽ തണുപ്പോടുകൂടി ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല വേദന ഉണ്ടാവും. പിന്നെ ഈ പെൻ ഇൻസുലിൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അധികം ടെമ്പറേച്ചർ ഒന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ആ പെന്നിൻ്റെ കവറിൽ തന്നെ നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനായിട്ട് വേറെ ഐസ് ബോക്സോ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല.